അന്യാധീനപ്പെട്ട കുറ്റിക്കാട്ടൂർ യത്തീംഖാന നിലനിൽക്കുന്ന വഖഫ് ഭൂമി കുറ്റിക്കാട്ടൂർ ജമാഅത്ത് കമ്മിറ്റിക്ക് തിരികെ കിട്ടി. യത്തീംഖാന നിലനിൽക്കുന്ന സ്ഥലം കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്തിന് കൈമാറണമെന്ന വഖഫ് ട്രിബ്യൂണലിന്റെ ഉത്തരവിന്റെ ഭാഗമായ ഏറ്റെടുക്കൽ നടപടികൾ ഇന്ന് പൂർത്തിയാക്കി. ഭൂമി ഏറ്റെടുക്കലിന് തടസ്സം നിന്ന യത്തീംഖാന കമ്മിറ്റി പ്രതിനിധികളെ പോലീസ് നീക്കം ചെയ്തു. 1987 കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സ്ഥാപിച്ച യത്തീംഖാന 1999 കുറ്റിക്കാട്ടൂർ യത്തീംഖാന കമ്മിറ്റി കൈവശപ്പെടുത്തിയത്. വഖഫ് ബോർഡിന്റെ അനുമതിയില്ലാതെ നടന്ന ഈ കൈമാറ്റത്തിനെതിരെ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നിയമപോരാട്ടത്തിനൊടുവിലാണ് 2020 ജൂലൈയിൽ ഭൂമി തിരികെ പിടിക്കാൻ വഖഫ് ട്രിബ്യൂണൽ വിധി വരുന്നത്. വിധിക്കെതിരെ ഓർഫനേജ് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഏറ്റെടുക്കൽ റദ്ദാക്കിയില്ല. ഈ വർഷം ജനുവരി 5 ചേർന്ന വഖഫ് ബോർഡ് യോഗം ഭൂമി തിരികെ പിടിക്കാൻ ഉത്തരവിട്ടു. തുടർന്നാണ് ഭൂമി ഏറ്റെടുക്കാൻ കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ യത്തീംഖാനയിലെത്തിയത്. എന്നാൽ യത്തീംഖാന കമ്മിറ്റി ഏറ്റെടുക്കലുമായി സഹകരിക്കാതെ തടസ്സം നിൽക്കുകയായിരുന്നു. ഇവരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. ശേഷം കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ചുമതല ഏറ്റെടുത്തു. എല്ലാ യത്തീംഖാനയിലെ 2 ഏക്കർ 10 സെന്റും അതോടനുബന്ധിച്ചുള്ള ബിൽഡിങ്ങുകളും വാടകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ യത്തീംഖാന ഈ കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഏറ്റെടുക്കുകയും വാടക വാങ്ങുകയും ഇന്ന് അതിൻ്റെ ശേഷമാണ് അവരിപ്പോൾ ഇന്ന് പ്രശ്നത്തിൽ വന്ന് പോലീസിന് വിളിക്കുകയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ വളരെ സാധാരണ അവിടെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. 1999 മുതൽ നടന്ന നിയമപോരാട്ടങ്ങൾക്കൊടുവിലാണ് വഖഫ് ഭൂമി തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്. യത്തീംഖാനയുടെ അനുബന്ധ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മീഡിയ 1 കോഴിക്കോട്.